ആക്ച്വലി റോപ്പ് യൂസ് ചെയ്യുന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഐഡിയ. സാറ് അങ്ങനെ ചിലപ്പം റോപ്പ് യൂസ് ചെയ്തിട്ട് ചിലപ്പം അത് നമ്മൾ റബ്ബ് ചെയ്ത് കളയും. ഞാൻ ആ സീൻ എടുക്കാൻ നേരത്ത് സ്റ്റൻസിൽ അവർ പണുങ്ങ സാർ പറഞ്ഞില്ല, എவ்வளோ பண்ணியிருக்குது കണ്ടിപ്പാ പണുങ്ങ സാർ. ഞങ്ങൾ സേഫായിട്ട് ചെയ്യണം. സേഫ് എന്നാ സാർ നമ്മൾ അതും സിൽവ ഒരുപാട് നാളായിട്ട് സാറോട് വർക്ക് ചെയ്യുന്ന സാറിന് ഒരു പൾസ് അറിയാം. അപ്പൊ ഞാൻ ആദ്യത്തെ ഇത് ബിനുവിനെ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് എറിഞ്ഞു. അപ്പൊ ചില്ലൊക്കെ പൊട്ടിച്ച് അവിടെ മൊത്തം ചില്ലും കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ അടുത്ത സാറിന് ജമ്പാണ്. അപ്പൊ അതിനു മുമ്പ് ഞാൻ പറഞ്ഞു അത് ക്ലീൻ ചെയ്ത് സാറ് ചാടി നിൽക്കുമ്പോൾ സാറിന്റെ കാലിലൊന്നും വരാൻ പാടില്ല. അപ്പൊ അതെല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ മോണിറ്ററിന്റെ ബാക്കിൽ പോയി നിന്ന് ചെമ്പ് എന്താ ഇത് വന്നു പുള്ളി ഇത് കുത്തി ചാടി പുറത്തേക്ക് വരും എന്നുള്ളതല്ലേ ഇത്. അതിനപ്പുറത്തേക്ക് ഒരു കൈ കൊണ്ട് കുത്തി ഒരു കാലിങ്ങനെ പൊക്കുമ്പോൾ മുണ്ടടക്കം പുള്ളിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫീലുണ്ട്. ഇങ്ങനെ റാ പോലെ കറങ്ങുന്ന ഫീൽ. അതൊന്നും നമുക്ക് ഒരു ഡയറക്ടർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നല്ലോ. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ആക്ടർക്കും അങ്ങനെ മുണ്ടൊന്നും അങ്ങനെ റാ പോലെ വരാനൊന്നും ഇത് അങ്ങനെയല്ല. നമ്മൾ സാൻഡ ക്യാമറ ഷൂട്ട് ചെയ്യുമ്പോൾ എത്ര വട്ടം ഞാൻ ഷൂട്ട് ചെയ്തിട്ടാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം കൈ കുത്തി ഒരു കാലത്ത് അപ്പുറത്തേക്ക് ചാടുമ്പോൾ ഈ മുണ്ടടക്കം ഇങ്ങനെ പറന്ന് വന്ന് റാ ഷേപ്പിൽ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഫ്രെയിമായിട്ട് വന്ന് ലാൽ സാർ വന്നിങ്ങനെ നിന്നതും ഷാഹിച്ചേട്ടൻ ക്യാമറ കൊണ്ട് ഒരു ചാർജ് കൂടി കൊടുക്കുകയും ആ ഒരു ബ്ലോവറിൽ നിന്ന് വന്നൊരു ചെറിയ കാറ്റിന്റെ ഇതിൽ ലാൽ സാറിന്റെ മുടി അടക്കം ഇളകി ആ നിൽക്കുന്ന നിപ്പിൽ അതാണ് ഓറ. നിന്റെ കൂട്ടത്തോട് പറഞ്ഞേ മറ്റേ വീട് കാട് കയറിയത്